ഹായ് ഗൈസ്, നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന എന്നാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാണ്ട് വിടുന്നൊരു നിസ്സാര കാര്യമാണ് നമ്മുടെ ക്ലച്ച് കേബിൾ മാറ്റുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ 5000 കിലോമീറ്റർ സർവീസ് ചെയ്യുമ്പോഴും കൂട്ടത്തിൽ ക്ലച്ച് കേബിൾ മാറ്റേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കാരണം വഴിയിൽ എവിടെയെങ്കിലും വെച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിലുള്ള ചിലവ്, ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് പോയി കടയെ കണ്ടുപിടിച്ച് വർക്ക്ഷോപ്പുകാരെയൊക്കെ കൊണ്ടുവന്ന് ഒക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വെറും 140 രൂപയുടെ കേബിളാണ്. അത് 150 രൂപ നമുക്ക് അത് 400 മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ കണ്ടെന്ന് വെറും 150 രൂപ ഉള്ളതിന്. അപ്പോൾ നമ്മളെല്ലാ ഇതിനും എന്തായാലും നിർബന്ധമായിട്ടും 5000 കിലോമീറ്റർ സർവീസിൽ ഇത് മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ട് മാറ്റുന്നൊരു കേബിൾ വേണമെങ്കിൽ ലോങ് യാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ എവിടെയെങ്കിലും വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എവിടെയെങ്കിലും വെച്ച് പൊട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ വേറെ പെടുകയും ചെയ്യും. നിസ്സാരമായിട്ട് മാറ്റാതെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് മാതിരി തന്നെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ഒരു 12 സ്പാനർ വേണമെങ്കിൽ ഒരു പ്ലെയറും കൂടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. ചിലപ്പോൾ ഈ കേബിൾ അങ്ങോട്ട് കണക്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഇതിൽ പ്ലെയറിൻ്റെയൊക്കെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കും. അതല്ലെങ്കിൽ 12 സ്പാനറിന് മാത്രമേ നമുക്കിതിൽ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതേമാതിരി സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഭയങ്കര ടൈറ്റും വരും ചില സമയത്ത്, പക്ഷെ നമ്മളത് കാര്യമാക്കില്ല, ഇങ്ങനെ കൊണ്ടാടുക്കും ഒരു കാര്യമില്ലാണ്ട് ഭയങ്കര ലോഡും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കേബിൾ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം വളരെ സിമ്പിളായി, സ്മൂത്ത് ക്ലച്ചായി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് ശ്രദ്ധിക്കുക. ഇതേമാതിരി തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഡ്രമ്മുള്ളവർ അതിൻ്റെയും കേബിൾ മാറ്റാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള കേസ് അടുത്ത വീഡിയോ കാണാം നമുക്ക്. ബൈ.